Hi everyone, എൻ്റെ പേര് റൈസ ഷനവാസ് എനിക്ക് ഞാൻ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നാണ് സ്ഥലം. ഞാൻ പ്രിപ്വൈസിന്റെ UG പ്ലസ് MCOM ഫാക്കൽറ്റിയാണ്. സോ ഞാൻ MCOM പാസ് ഔട്ട് ആണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിന്ന് 2022 ബാച്ച് ആണ്. ഇപ്പോൾ കറന്റ് ഞാൻ ഇന്റേൺഷിപ്പിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാണ് കേരള ട്രാൻസ്പോർട്ട് കമ്പനിയിൽ കോസ്റ്റ് മാനേജ്മെന്റിൽ. സോ എൻ്റെ അക്കാഡമിക് ഞാൻ എന്തുകൊണ്ട് MCOM എടുക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യന് മുന്നേ ഞാൻ എന്തുകൊണ്ട് കൊമേഴ്സ് എടുത്തു എന്നൊക്കെ ആ ഒരു ബേസിൽ ആ ഒരു പാറ്റേൺ ആ ഒരു കണ്ടിന്യൂസ് സീരീസ് പോലെയാണ് ഞാൻ MCOM എടുക്കാൻ റീസൺ ആണ്. സോ ഞാൻ 10th കഴിഞ്ഞ് ഐ ചൂസ് കോമേഴ്സ് ബിക്കോസ് എന്താ പറയുക, ദ റീസൺ എന്തെന്ന് വെച്ചാൽ എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് വളരെ ഇഷ്ടമാണ്. സോ ഞാൻ കൊമേഴ്സ് എടുത്തപ്പോൾ കൊമേഴ്സ് കുറച്ചൊരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ആൻഡ് ഓൾസോ കൊമേഴ്സ് എന്താണെന്ന് വെച്ചാൽ പുതിയ സബ്ജക്റ്റ് ആണ് അല്ലേ ബാക്കിയുള്ള പിന്നെ എനിക്ക് ആ ഒരു ടൈമിൽ ഐ വാണ്ട് ടു ബിക്കം എൻ ഓൺട്രപ്രണർ. അപ്പോൾ കൊമേഴ്സ് എടുത്തിട്ട് ആ ഒരു ഫീൽഡിലേക്ക് പോകാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ കൊമേഴ്സ് എടുത്തത്. ദെൻ +2 കഴിഞ്ഞ് കുഴപ്പമില്ലാത്ത മാർക്ക് പാസ്സായി. ഞാൻ ഫറൂഖ് കോളേജിൽ നിന്നാണ് B.Com കഴിഞ്ഞത്. ഞാൻ B.Com അവിടെ എനിക്ക് അഡ്മിഷന് ഞാൻ ഫസ്റ്റ് BBA ആയിരുന്നു എടുത്തത്. പിന്നെ ഞാനത് ട്രാൻസ്ഫർ ആയി B.Com ആയി. സോ B.Comലേക്ക് മാറാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സെയിം BBAയിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്സ് കുറവാണ്, B.Comൽ ക്വാണ്ടിറ്റേറ്റീവ് കൂടുതലാണ്. സോ എനിക്ക് തിയറി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ്സ് പഠിക്കുന്നതായിരുന്നു. ലൈക്ക് ആ ഒരു സബ്ജക്ട് അക്കൗണ്ടിങ്ങിലുള്ള ആ ഒരു സബ്ജക്ട് പഠിക്കുന്നതായിരുന്നു. സോ ഞാൻ B.Com എടുത്തു. B.Com ഒരു സെക്കൻഡ് ഇയറിൽ നിന്ന് നമുക്കൊരു എന്താ പറയാ, സെക്കൻഡ് ഇയർ നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു കോളേജിൽ. ഒരു എന്താണ് കരിയർ ചൂസ് ചെയ്യേണ്ടത് ആഫ്റ്റർ B.Com, ആഫ്റ്റർ BBA എന്താണ് കരിയർ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെയാണ് അത് കണ്ടക്ട് ചെയ്തത്. സോ ആ കണ്ടക്ട് ചെയ്ത ഒരു ക്ലാസ്സിൽ നമ്മുടെ എൻ്റെ എൻ്റെ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ജാമിയ മില്ലിയ ഇസ്ലാമിൽ നിന്ന് MCOM കഴിഞ്ഞത് എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. സോ സീനിയർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് MCOMനെ പറ്റി പറഞ്ഞു എന്താണ് MCOM, എന്താണ് അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ MCOM ആൻഡ് MBA. നമുക്കറിയാം നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് B.Comോ BBA കഴിഞ്ഞ് നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് മോസ്റ്റ്ലി നമ്മൾ മെജോറിറ്റിയിൽ വരികയെന്ന് വെച്ചാൽ MCOMും MBA ആണ്. സോ അതിന്റെ ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ MCOMന്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ ഒന്ന് പ്രൊഫഷനും ഒന്ന് മാസ്റ്റേഴ്സും ആണ്. സോ അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിന്റെ ആ ഒരു ടൈമിൽ ഞാൻ MCOMന്റെ തന്നെ എല്ലാം എനിക്ക് വേണ്ട ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റീസിന്റെ എൻട്രൻസ് എക്സാമിൽ കുറച്ച് പേപ്പേഴ്സ് ഞാൻ നോക്കിയിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു ജസ്റ്റ്. അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ആ ഒരു ടൈം എന്ന് വെച്ചാൽ പാൻഡമിക്കിന്റെ സ്റ്റാർട്ടിങ് ആണ്. 2020 ഞാൻ B.Com പാസ് ഔട്ട് ആണ്. സോ പാൻഡമിക് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം. അങ്ങനെ എനിക്കെന്ന് വെച്ചാൽ ആ ഒരു റീസൺ കൊണ്ട് തന്നെ എനിക്കൊരു ഐ തിങ്ക് 1 ഇയർ അല്ല ബിലോ 1 ഇയേഴ്സ് എന്തായാലും മോർ ദാൻ 6 months എന്തായാലും ഈ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയിരുന്നു. ബിക്കോസ് നമുക്കറിയാം ഞാൻ ക്വസ്റ്റ്യൻസിന്റെ സിലബസ് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ പഠിക്കാത്ത കുറേ സമയം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനേക്കാളും മാറ്റമുള്ളതാണ് CUET ആയാലും ജാമിയ മില്ലിയ ആയാലും അവരൊക്കെ B.Comന് എന്ന് വെച്ചാൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു ഇതല്ല. മൊത്തം എന്താണ് ഹോണേഴ്സ് ആണ്. ഹോണേഴ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബിസിനസ് മാത്സും അങ്ങനെ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്കൊരു ന്യൂ ആണ്. അപ്പോൾ ഞാൻ ആ ഒരു 6 month ഞാൻ എന്തെന്ന് വെച്ചാൽ വീട്ടിൽ അഫ്കോഴ്സ് എന്താണ് കോവിഡ് ആണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. സോ ഞാൻ ആ ഒരു ടൈം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്തു MCOMന്റെ എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ MCOMന്റെ എക്സാം എഴുതി. ഞാൻ ഏകദേശം CUT, DU, പോണ്ടിച്ചേരി ആൻഡ് ജാമിയ മില്ലിയ ആണ് ഞാൻ എഴുതിയത്. ഫോർച്ചുനേറ്റ്ലി ഞാൻ എഴുതിയൊക്കെ എനിക്ക് കിട്ടി. ആൻഡ് ഞാൻ ഫസ്റ്റ് പഞ്ചാബിലായിരുന്നു അഡ്മിഷൻ എടുത്തത്. CUETന്റെ ഫസ്റ്റ് റിസൾട്ട് പഞ്ചാബായിരുന്നു വന്നത്. സോ പഞ്ചാബിന്റെ ആ ഒരു ഐ തിങ്ക് എനിക്കൊരു 1 month പഞ്ചാബിന്റെ ക്ലാസ് കിട്ടി. സോ 1 month കിട്ടിയ ക്ലാസ് എന്ന് വെച്ചാൽ
CUETന്റെ അണ്ടറിലാണ് കേട്ടോ പഞ്ചാബ്. സോ പഞ്ചാബ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ MCOMനെക്കാളും കുറെ ഡിഫറെന്റ് ആണ്. കുറെ പ്രാക്ടിക്കൽ ആണ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. എല്ലാ ദിവസവും കേസ് സ്റ്റഡീസ് തരിക. ഡിഫറെന്റ് ആണ് CUET. അങ്ങനെ നോർത്തില് മോസ്റ്റ്ലി നമ്മൾ ടീച്ചിങ് മെത്തേഡ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഫുൾ പ്രാക്ടിക്കൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം 1 മന്ത് ആണ് എനിക്ക് പിന്നെ പോണ്ടിയിൽ. സോ ഞാൻ പോണ്ടിയിലേക്ക് ട്രാൻസ്ഫർ ആയി. പോണ്ടി ട്രാൻസ്ഫർ ആയപ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ്. ലൈക്ക് ഞാൻ പോണ്ടിയിൽ എടുത്തപ്പോൾ തന്നെ അതും എനിക്ക് ഓൺലൈൻ ആയിരുന്നു. അഡ്മിഷൻ ഫുൾ ഓൺലൈൻ ആണ് ഞാൻ എടുത്തത്. സോ 1 മന്ത് ഞാൻ പോണ്ടിയിലായപ്പോൾ ആ ഒരു 1 മന്ത് എന്താ പറയാ, ഇറ്റ്സ് ഡിഫറെന്റ്. എല്ലാം നമുക്ക് നമ്മുടെ പക്ഷെ പോണ്ടിച്ചേരിന്റെ ഒരു ഇതെന്ന് വെച്ചാല് ഇറ്റ്സ് നിയർ ടു അല്ലെങ്കിലും നമുക്ക് എന്താ കുറച്ചും കൂടി നമ്മുടെ ഒരു കാലിക്കറ്റിന്റെ സെയിം ഒരു എന്താണ് സിലബസ് പോലെയാണ് പോണ്ടീന്റെ സിലബസ് ഉണ്ടായിരുന്നത്. പക്ഷെ ടീച്ചിങ് മെത്തേഡ് ഡിഫറെന്റ് ആയിരുന്നു, ഫാക്കൽറ്റി ഡിഫറെന്റ് ആയിരുന്നു. ആൻഡ് ദെൻ പിന്നെ ഞാൻ ജാമിയ മില്ലിയ, പിന്നെ ജാമിയ മില്ലിയന്റെ റിസൾട്ട് വന്നു. ആൻഡ് എനിക്ക് സെലക്ഷൻ കിട്ടി ആൻഡ് ഐ ടുക്ക് അഡ്മിഷൻ. സോ ഞാൻ അവിടുന്ന് അഡ്മിഷൻ എടുത്ത് അങ്ങനെയാണ് ഞാൻ MCOM. അതിനു മുന്നേ ഞാൻ ജസ്റ്റ് MCOM എന്താണ്, ആസ് നിങ്ങളൊക്കെ നോക്കുന്ന പോലെ ഗൂഗിളിൽ കുറെ നോക്കി. പിന്നെ ഞാൻ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിനൊക്കെ ചോദിച്ചു. സോ മോസ്റ്റ്ലി എല്ലാവരും പറയും MCOM എന്താ പറയുക, MCOM എടുത്തു ഇനി ടീച്ചിങ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ടീച്ചിങ് അല്ലേ നിങ്ങൾക്ക് വേണ്ട? നോ. ആ ഒരു ഫീൽഡ് MCOM ടീച്ചിങ് മാത്രമല്ലല്ലോ. MCOMന് ഡിഫറെന്റ് ഫീൽഡ്സ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ആവാം നിങ്ങൾക്ക്. MCOM കഴിഞ്ഞിട്ട് ഇഫ് യു വാണ്ട്, പിന്നെ MCOM കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാം ചെയ്യുന്ന പോലെ MBA എടുക്കാം, അല്ലെങ്കിൽ LLB എടുക്കാം. MCOM കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഫിനാൻസിന്റെ തന്നെ ബേസിൽ ഡിഫറെന്റ് ലൈക്ക് പേറോൾ ഏതിലായാലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബ്സ് നിങ്ങൾക്ക് MCOM അത് വേറെ ടീച്ചിങ് മാത്രമല്ല അവൈലബിൾ ആയി. നമ്മളോട് ഇപ്പൊ ഞാനിപ്പോ MCOM എടുത്തപ്പോ തന്നെ എല്ലാം ചോദിച്ചു ഇനി ടീച്ചർ അല്ലേ എന്ന് ചോദിച്ചു. വെറും ടീച്ചിങ് മാത്രമല്ല MCOM ഉള്ള. MCOMനും ബാക്കിയുള്ള പോലെ തന്നെ നമുക്ക് എന്താ പറയാ, MCOM പാസ് ഔട്ട് ചെയ്യാൻ മാത്രം നോക്കുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് കമ്പനീസ് ഉണ്ട്, മൾട്ടിനാഷണൽ കമ്പനീസും ഉണ്ട്. സോ എന്താ അതൊക്കെ MCOM ടീച്ചിങ് മാത്രമല്ല എന്നുള്ള ഒരു എന്താണ് ഒരു എക്സാമ്പിൾസ് ആണ് അവര് ഫ്രഷേഴ്സിനെ നോക്കിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് MCOMന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ ക്വാണ്ടിറ്റേറ്റീവ് കൂടുതൽ ഇഷ്ടമുള്ള ആളായിരിക്കും MCOM ചൂസ് ചെയ്യുക. അപ്പൊ അതാണ് MCOM MBA തമ്മിലുള്ള വലിയ ഡിഫറൻസ്. MBAനെക്കാളും ക്വാണ്ടിറ്റേറ്റീവ് MCOMിലുള്ളത്. ഇതേപോലെ തന്നെ MCOM വേറെ ഫിനാൻസ് മാത്രമല്ല, MCOM നമ്മുടെ സ്പെഷ്യലൈസേഷൻ പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്പെഷ്യലൈസേഷൻ HR ആണെങ്കിൽ അതിൽ കൂടുതൽ തിയറി ബേസ്ഡ് ആയിരിക്കും, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, മോട്ടിവേഷൻ. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റില് ഓർഗനൈസേഷണൽ ബിഹേവിയർ അങ്ങനത്തെ സബ്ജക്റ്റിലേക്ക് MCOM മാറും. MCOM നിങ്ങൾ ഫിനാൻസ് എടുക്കുന്നതാണെങ്കിൽ, ഞാൻ ഫിനാൻസ് ആണ് എടുത്തത്. സോ എന്റെ MCOMന്റെ സബ്ജക്ട് എന്ന് വെച്ചാൽ ഞാൻ സ്റ്റോക്ക് എടുത്താണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇതിൽ തന്നെ പിന്നെ ഫിനാൻഷ്യൽ എക്കോമെട്രിക്സ്, അങ്ങനെ ഇന്റർനാഷണൽ ഫിനാൻസ് അങ്ങനത്തേതാണ് എന്റെ ഫിനാൻസിന്റെ. നിങ്ങൾക്കിപ്പോ തിയറി ആണ് താല്പര്യമെങ്കിൽ അത് നമുക്ക് HR ഉണ്ട്. HR എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ MCOMിൽ തന്നെ ഉണ്ട്. MCOM വേറൊരു സബ്ജക്ട്, അതിലും നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവിനേക്കാളും കൂടുതൽ നോർമൽ ലൈക്ക് അധികം സാധാ തിയറി പേപ്പർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് HR ചൂസ് ചെയ്യാം, അതേപോലെ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഇഷ്ടമെങ്കിൽ വെച്ചാൽ ഫിനാൻസ് ചൂസ് ചെയ്യാം. സോ MCOM എന്ന് വെച്ചാൽ MCOMനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചപ്പോൾ പിന്നെ നമ്മുടെ ലൈക്ക് സബ്ജക്ട് ന്യൂ ആയിരുന്നു എനിക്ക്. ഞാൻ MCOMിന് പഠിച്ച പല സബ്ജക്റ്റും എനിക്ക് ന്യൂ ആയിരുന്നു. ഒന്നും ഞാൻ BCOMിന് പഠിച്ചതുപോലെയല്ല. ബിക്കോസ് ഞാൻ ജാമിയ മില്ലിയയിൽ നിന്ന് കഴിഞ്ഞാണ്ട് തന്നെ, ജാമിയ മില്ലിയയിലെ നോർത്തിലെ സിലബസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. ബിക്കോസ് അത് അവർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ സിലബസ് എന്ന് വെച്ചാൽ അവിടുന്ന് പാസ് ഔട്ട് ആയ BCOM സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പോലത്തെ സിലബസ് ആണ്. സോ അവിടുന്ന് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ഡിഫറെന്റ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ സിലബസിൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ CUETന്റെ തന്നെ സിലബസ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഡിഗ്രിക്ക് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ലൈക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒന്നും ഡിഗ്രിക്ക് പഠിക്കാത്ത സബ്ജക്ട്സ് ലൈക്ക് ബിസിനസ്, മാത്സ്,
ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, അങ്ങനെ ഡിഫറെന്റ് അപ്ലൈഡ് ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊന്നും നമ്മൾ എന്തെന്ന് വെച്ചാൽ ബികോമിൽ കുറച്ച് സിലബസിൽ കുറച്ച് പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഫുൾ അതിലുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് ഒന്നും ലീനിയർ പ്രോഗ്രാമിംഗിൽ നമ്മൾ +2 മാത്സ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതൊന്നും അല്ലാണ്ട് നമ്മളൊന്നും എന്ത് പഠിച്ചില്ല, നമ്മൾ ബികോമിന് പഠിച്ചിട്ടില്ല. സോ ആ ഒരു സബ്ജക്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എംകോമിന്റെ സിലബസ് വരുന്നത്. സോ ആ സബ്ജക്ട് അധികം ടഫ് ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് ഈസി. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഇഷ്ടമുള്ള ഒരാൾക്കാണെങ്കിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ഒക്കെ ഈസി ആയിരിക്കും. പക്ഷെ അല്ലാണ്ടാണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് അതിനും അവിടെ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ HR എടുക്കാം, അതേപോലെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എടുക്കാം. ഇപ്പൊ ആവിയേഷൻ, MCOM ആവിയേഷൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ട്, MCOM ഉണ്ട്. അപ്പൊ BBA ആവിയേഷൻ ഒക്കെ പോലെ MCOMനും ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും MCOM എടുത്താൽ. പിന്നെ MCOMും MBAയും തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് അല്ലാണ്ട് പിന്നെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്ന് പ്രൊഫഷണൽ കോഴ്സും ഒന്ന് മാസ്റ്റേഴ്സും ആണ്. നിങ്ങൾക്ക് ഈ MCOM എടുക്കുന്ന മോസ്റ്റ്ലി നിങ്ങൾ PhD എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഐ പ്രിഫർ MCOM എടുക്കുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് PhD ഇപ്പൊ നിങ്ങൾ MCOM ചെയ്യുമ്പോൾ നിങ്ങൾ MCOMന്റെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PhDക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് നിങ്ങൾക്ക് MCOMലെ അതിന്റെ ബേസിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങളെ ഫ്യൂച്ചറിലെ PhDക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നെറ്റ് എഴുതുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ MCOMന് പഠിച്ച സിലബസ് ഉള്ളതായിരിക്കും നെറ്റിനും വരിക. സോ എന്താണ്, നിങ്ങൾക്ക് MCOM എടുത്ത് അതിന്റെ PhD എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അതൊന്ന് ബ്രഷ് ചെയ്താൽ മാത്രം മതിയായിരിക്കും നിങ്ങൾ MCOMൽ പഠിച്ചത്. പിന്നെ MCOMനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച ടൈം എനിക്ക് കൊറോണ ബാച്ച് ആയിരുന്നു ഞാൻ. സോ എനിക്ക് കോളേജിലൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസിനൊന്നും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ജാമ്യ മിലിയയിലെ ഫാക്കൽറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. എന്തില് MCOM ഉള്ള നമ്മൾ ആഫ്റ്റർ എനിക്ക് കൊറോണയ്ക്ക് ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഐ മിസ്ഡ് ഇറ്റ്. ലൈക്ക് എന്താ പറയാ, ഇത്രയും മാസം, ഇത്രയും മന്ത്സ്, ഇത്രയും 1 ഇയർ എനിക്ക് ഈ ഫാക്കൽറ്റീനെ കിട്ടിയില്ല എന്നുള്ള ഒരു കുറ്റബോധം എനിക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്കൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ ആയില്ല. അതേപോലെ നമ്മള് എങ്ങനെയാണോ നമ്മളെ ഫാക്കൽറ്റീനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മൾ അതിനുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ. സോ നമുക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മളെ പ്രൊഡക്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് MCOMനെ പറ്റിയിട്ടുള്ള, അത് MCOM മാത്രമല്ല എല്ലാ സബ്ജക്റ്റും അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ MCOMനെ പറ്റി പറയാനുള്ള, MCOM ഞാൻ ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു സ്റ്റോക്കിംഗ്, അങ്ങനത്തെ ഒരു ഐറ്റംസിനായിട്ട് റിലേറ്റ് ചെയ്യാനാണ്. സോ എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തത്. ഫിനാൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്റർനാഷണൽ ഫിനാൻസും ചൂസ് ചെയ്തത് ഇതിന്റെ സ്പെഷ്യലൈസേഷൻ ആയിട്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ, പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയാന്ന് വെച്ചാൽ നമുക്ക് MCOM മാത്രമല്ല, ഡിഫറെന്റ് കൾച്ചേഴ്സ്. നമ്മൾ വേറെ MCOM ഉണ്ടെന്ന് ലൈക്ക് വേറെ എല്ലാവരും എന്നോട് മെയിൻ ചോദിച്ച കാര്യമാണ് എന്തിന് MCOM പുറത്ത് പോയി, MCOM ഇവിടെ കേരളത്തിൽ എന്താ കോളേജ് ഇല്ലേ. സോ എന്താ പറയാ, MCOMന് നമുക്ക് വെറും എഡ്യൂക്കേഷൻ മാത്രം പോരാല്ലോ, അതിനുപരി അതിന് ചുറ്റുമുള്ള സംഭവങ്ങൾ പഠിക്കുക. MCOM എന്ന് വെച്ചാൽ കൊമേഴ്സ്, മാസ്റ്റർ കൊമേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ ബിസിനസ് ചെയ്യുന്നു എന്നൊക്കെ പഠിക്കണ്ടേ. നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ തന്നെ ഒരു ബിസിനസ്, ഒരു എൻവയോൺമെന്റിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. സോ അപ്പോൾ നമ്മൾ പുറത്ത് പോയാന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ബിസിനസ് ആണ് അവിടെ ചെയ്യുന്നത്, അവർ ഏതൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അവിടെ കൾച്ചർ എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പുറത്തൊക്കെ പോയാൽ. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി MCOMന്. ബിക്കോസ് ഞാനൊരു ബിസിനസ് സ്റ്റുഡന്റ്, കൊമേഴ്സ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് എങ്ങനെ അവർ ബിസിനസ് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് അവരൊരു മെത്തേഡ് എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലത്തെ MCOMനെ പറ്റി പറയുകയാണെങ്കിൽ MCOMിൽ വെറും മിത്താണ് കേട്ടോ. MCOM വെറും കൊമേഴ്സ്, ലൈക്ക് ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ MCOM ഉള്ളൂ, പിന്നെ വൻ ഹാർഡാണ് പഠിക്കാൻ,
പിന്നെ കുറെ ക്വാണ്ടിറ്റി, കുറെ മാത്സ്, അത് ഇത്. പക്ഷെ MCOM അങ്ങനെയൊന്നുമല്ല. MCOM നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നോ അതിന്റെ ബേസിലായിരിക്കും MCOM ഉണ്ടാവുക. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ആൾക്കാർ പറയുന്നത് അത് വൻ ടഫാണ്, അതിൽ ഫുൾ മാത്സ് ആണ്. എനിക്കറിയാം പലർക്കും മാത്സ് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വെച്ചാൽ എല്ലാവരും പറയും വൻ ടഫാണ് അത്. പക്ഷെ MCOM അങ്ങനെയൊന്നുമല്ല. MCOM നിങ്ങൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ ഏതോ അതിന്റെ ബേസിലായിരിക്കും MCOM ഉണ്ടാവുക. നിങ്ങളിപ്പോ HR എടുക്കുന്നതാണെങ്കിൽ അത് ജസ്റ്റ് തിയറി ബേസ്ഡ് കോഴ്സ് ആയിരിക്കും. അത് നിങ്ങൾ ഫിനാൻസ് എടുക്കുമ്പോഴാണ് അവിടെ ക്വാണ്ടിറ്റേറ്റീവ്സ് വരുന്നത്. അല്ലാണ്ട് MCOM എന്താ പറയാ, MCOM ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഒന്നും അല്ല. അത് ദർ ഇസ് എ ഡിഫറൻസ്. അതൊക്കെ ആൾക്കാർ ഇങ്ങനെ വെറുതെ പറയുന്നതാണ്. ലൈക്ക് ഒക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് നമ്മള് എന്താ പറയാ, നമ്മുടെ സ്പെഷ്യലൈസേഷന്റെ രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സ് പോവുക. അപ്പൊ അതൊരു പിന്നെന്താ പറയാ, MCOMന്റെ സ്കോപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ MCOM എടുത്താല് നമുക്ക് നമുക്ക് ഓഡിറ്റിംഗ് പൊസിഷനിൽ വർക്ക് ചെയ്യാം. പിന്നെ ബിസിനസ് അനലിസ്റ്റ് ആവാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കമ്പനി സെക്രട്ടറി എക്സാം എഴുതാം, കൺസൾട്ടന്റ് ഇതാവാം, ടീച്ചിങ്ങിൽ പോവാം, അങ്ങനെ സ്റ്റോക്ക് ബ്രോക്കിംഗ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ്, ഡിഫറെന്റ് സ്കോപ്പാണ് MCOMനുള്ളത്. അങ്ങനെ ഇപ്പൊ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാം. MCOMന് തന്നെ ഡിഫറെന്റ് എന്താ പറയാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം ഫർദർ സ്റ്റഡീസ് ലൈക്ക് അബ്രോഡ് പോകണമെങ്കിൽ PhD എടുക്കണം, PhD എടുക്കാം, അല്ലെങ്കിൽ വേറൊരു മാസ്റ്റേഴ്സ് എടുക്കണം, അത് ചെയ്യാം. MCOM ഒന്നും എന്താ പറയാ ഒരു റെസ്ട്രിക്ഷൻ തരില്ല. MCOM ഒരു ഫ്രീ ആയിട്ടാണ്, നല്ലൊരു സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് ആണ് MCOM. പിന്നെ എന്താ പറയാ, MCOM വൻ ടഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ MCOM വൻ ടഫാണ് എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. ലൈക്ക് there is nothing sad to be hard and easy. ലൈക്ക് നമ്മുടെ എല്ലാം ഓൾ ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ഡെഡിക്കേഷന്റെ ബേസിലായിരിക്കും. അപ്പൊ അല്ലാണ്ട് വെറുതെ ഹാർഡും എന്താ പറയാ ഈസി ആയിട്ടൊന്നുമില്ല. നമ്മുടെ ഡെഡിക്കേഷനും നമ്മുടെ ഇൻട്രസ്റ്റും എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ കോഴ്സ് ഇരിക്കുക. സോ ഇറ്റ്സ് നോട്ട് ടഫ് എന്നാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതാണ്. എനിക്ക് MCOM അത്ര ടഫായി. നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഈസി. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്താ നമ്മുടെ ഡെഡിക്കേഷൻ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ അസ്. സോ ഇപ്പൊ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ബിസിനസ്സും അക്കൗണ്ടിങ്ങും മാനേജ്മെന്റും എല്ലാം എന്താണ് എക്സൈറ്റിംഗ് ആണെങ്കിൽ ഷുവർലി നിങ്ങൾക്ക് എന്തായിരിക്കും ഈസി ആയിരിക്കും. നമുക്ക് വേഗം ചെയ്യാൻ പറ്റും MCOM എടുത്താൽ. ആൻഡ് ഇതിന്റെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രിപ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു എന്താണ് സബ്ജക്റ്റിന്റെ ക്ലാസ്, ഈ CUETന്റെ MCOM ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അതിലെല്ലാം കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നമ്മൾ പഠിക്കാത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് മാത്സ് ഒന്നും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചില്ല. മേ ബി ചിലർ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ ഗെയിം തിയറീസ്, അങ്ങനെ ഡിഫറെന്റ് സബ്ജക്ട്സ് നമ്മൾ CUETന്റെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ UG+ന്റെ CUETന്റെ ഒരു ഭാഗമായി UG+ ഫാക്കൽറ്റി, പ്രിപ്വൈസിന്റെ UG+ ഫാക്കൽറ്റി ആയിട്ട് ഒരു ഭാഗമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ താങ്ക് യു.